ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കുക്കിംഗ്. ഇന്ന് നമ്മൾ വന്നിട്ട് പാലക്കാട്ടിലെ ഒരുപാട് സ്പെഷ്യലായ ബായ് വിട്ട് നെയ്ച്ചോറ്. അത് എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനാവശ്യമുള്ളത് ഒരു 5 വല്യുള്ളി വന്നിട്ട് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 5-6 പച്ചമുളകുണ്ട്, ബിരിയാണി ഇല, പിന്നെ നമുക്ക് വേണ്ട ഐറ്റംസ് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുറച്ച് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിപ്പുതിന ഒരേ അളവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. അത് നമുക്ക് ബിരിയാണി ഇല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ച മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മുന്തിരി, അതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള നല്ലോണം. ഇത് നമുക്ക് വന്നിട്ട് ഗോൾഡിഷ് കളറിൽ നമുക്ക് എന്താ കളർ മാറണമെന്നൊന്നും ഇല്ല. ഒരു പൊന്നിറം ആവില്ലേ, പൊന്നിറവും വേണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മൾ പച്ചമുളക് ഇടണം. നമ്മൾ വേറെ ഒരു കാര്യം ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിൻ്റെ കളർ മാറിയിട്ടുണ്ട്. നമുക്കതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ശകലം ഞാൻ പറഞ്ഞ മിക്സിയിലിട്ട് അടിച്ചില്ല, ഒന്ന് ചെറുതായിട്ട് അരച്ച് എടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിൽ വന്നിട്ട് കട്ട് ചെയ്ത് വെച്ച മല്ലിപ്പുതിന അതിലിട്ട് കൊടുക്കാം. റൈസ് എടുത്തിക്കണം. അത് ഈ ഗ്ലാസിൻ്റെ അളവിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കണക്കിൽ വെള്ളം ഒഴിക്കാൻ പോണത്. ഞാനത്തെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അപ്പോഴേ കുറച്ച് ഉപ്പിട്ടായിരുന്നു. ഇനി ഒന്ന് തിളവരട്ടെ. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളൊന്ന് ചൂടാകുന്നവരെ അടച്ചു വയ്ക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മലബാർ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലിട്ട് കൊടുക്കാം. റൈസെല്ലാം ഇട്ട് കൊടുത്തു. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും തമിഴിലാണ് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് തമിഴും മലയാളമൊക്കെ കൂടി മിക്സായിട്ട് വരുന്നുണ്ട്. എനിക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് മതിയോന്ന് നോക്കാം. ഉപ്പ് പോരാ, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നല്ലോണം ഇളക്കി വിട്ടിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. നോക്കാം. വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അത്രേനെ. ഇനി നമുക്കിത് ദമ്മിടാം. ഇതിന് മുന്നേ ഇതിൽ നമ്മൾ കുറച്ച് മുകളിൽ മല്ലിപ്പുതിന ഇല, മേലാൽ കുറച്ചും കൂടി നെയ്ച്ചോറിന് എന്തായാലും നെയ്യാണല്ലോ സ്പെഷ്യലി. അതുകൊണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ ദമ്മിടാം. നമ്മളിപ്പോൾ നോർമൽ അടുപ്പിലല്ല, നമ്മൾ സിലിണ്ടറിൽ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റ് തൂക്കി വയ്ക്കാം നമുക്ക്. ഞാനിപ്പോൾ ഈ കല്ലാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അടുപ്പ് നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല, ഏറ്റവും സ്ലോയിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു നമുക്ക് 10 മിനിറ്റ് ഇരുന്നോട്ടെ. നമുക്കിത് എടുത്ത് നോക്കാം. നമ്മുടെ ടേസ്റ്റിയാണ് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ്റെ കൂടെ, ബീഫ്, മട്ടൺ, അങ്ങനെ ഏതിൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ചിക്കൻ എടുത്തേക്കണത്. ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ അടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് തട്ടി വിട്ടാൽ മതി. ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ ഫ്രണ്ട്സ്.